നമ്മൾ ഓരോ തവണയും സെഷൻ തുടങ്ങുന്നത് കുറച്ചു നേരം സൈലൻസിൽ ഇരുന്നു കൊണ്ടാണ്. അതുപോലെ തന്നെ സെഷൻ അവസാനിപ്പിക്കുന്നതും സൈലൻസിൽ ഇരുന്നു തന്നെയാണ്. ഇത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ കഴിയും. ഒരു മീറ്റിങ്ങോ ഒരു സർജറിയോ തുടങ്ങുന്നതിന് മുൻപും ഇത് ചെയ്യാം. അങ്ങനെ ഏത് കാര്യത്തിനാണോ ഒരു ശക്തവും ശുദ്ധവുമായ മാനസികാവസ്ഥ ആവശ്യമാണ് എന്ന് തോന്നുന്നത് അതിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ചിന്തകളിൽ ക്ലാരിറ്റി ആവശ്യമുള്ള കാര്യങ്ങൾ, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങൾ, ആളുകൾക്കിടയിലുള്ള എനർജികളെ തമ്മിൽ ഒന്നിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ, അങ്ങനെ ഏത് കാര്യങ്ങളും ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും സൈലൻസിലാവണം. 3 ദിവസമായി ഈ ക്യാമ്പസിൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഒരു ട്രാഫിക് കൺട്രോൾ മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് സംസാരിച്ച് മീറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. അതിനിടയിൽ ആ ട്രാഫിക് കൺട്രോൾ പാട്ട് വരുമ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒന്ന് നിർത്തിവെക്കുന്നു. അതിലെ റിസൾട്ട് കണ്ടത് ഇങ്ങനെയാണ്. എത്ര നോക്കിയാലും പരിഹാരം കാണാനാവാത്ത ചില കാര്യങ്ങൾ മുന്നിൽ വരാറുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. അതിനിടയിൽ ട്രാഫിക് കൺട്രോൾ മ്യൂസിക് വരാറുണ്ട്. സംസാരിച്ചു കൊണ്ടിരുന്ന 2 പേരും സൈലൻ്റായി നിൽക്കും. സൈലൻ്റായി ചിന്തകളെ ചേഞ്ച് ചെയ്ത് മ്യൂസിക്കിന് ശേഷം വീണ്ടും കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സംഭാഷണത്തിൻ്റെ കണ്ടൻറ് ആൻഡ് എനർജി രണ്ടും മാറിയിട്ടുണ്ടാകും. ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ടെക്നിക്. ഇത് അത്രയ്ക്ക് ശക്തിശാലിയായ ഒരു ടെക്നിക്കാണ്. ജസ്റ്റ് ടു പോസ്, വിഡ്രോ, കണക്ട് ടു യുവർ ഒറിജിനൽ സെൽഫ് ആൻഡ് കം ബാക്ക്. ഒരു നിമിഷം ഒന്ന് നിന്ന് സ്വയം ഉൾവലിഞ്ഞ് നമ്മുടെ സ്വാഭാവികമായ സ്വരൂപമായി കണക്ട് ചെയ്യുക. 1 മിനിറ്റിന് ശേഷം വീണ്ടും കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ ആ കുറച്ച് നിമിഷങ്ങളെ മനസ്സിൻ്റെ ടോപ്പ് ലെയറിനെ ശരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. സൈലൻസിൽ ഇരിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ നമ്മൾ സ്വന്തം മനസ്സിൻ്റെ ടോപ്പ് ലെയറിനെ ശരിയാക്കാനായി ഉപയോഗിക്കുന്നു. നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് മൈൻഡിനെ ശരിയാക്കാൻ പ്രവർത്തിക്കുന്നു. ഒന്നുണ്ട് സാഗരത്തിൻ്റെ മുകളിലെ തിരമാലകൾ, മറ്റൊന്ന് സാഗരത്തിൻ്റെ അടിത്തട്ട്. മുകളിലെ തിരമാലകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കടലിൻ്റെ മുകളിലുള്ള തിരമാലകൾ എപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ടോപ്പ് ലെയറും അങ്ങനെ തന്നെയാണ്. എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും, ടർബുലൻ്റ് ആയിരിക്കും. കടലിൻ്റെ അടിത്തട്ട് എങ്ങനെയായിരിക്കും? ശാന്തം. അടിത്തട്ടിൽ നിന്നും എന്തെല്ലാമാണ് കിട്ടുക? കടലിൻ്റെ അടിത്തട്ടിൽ എന്തെല്ലാമാണ് ഉണ്ടാവുക? ശാന്തമാണ്. ഒപ്പം എന്തെല്ലാം ഉണ്ടാവും? പേൾസ്, മുത്തുകൾ. നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലും എന്താണുള്ളത്? നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്താണുണ്ടാവുക? എന്താണുള്ളത്? അവിടെ ജ്ഞാനത്തിൻ്റെ മുത്തുകളാണ് ഉള്ളത്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അറിയാത്തവരായി ആരുമില്ല. എന്നാൽ ആ അറിവും വിവേകവും പലപ്പോഴും മുകളിലുള്ള കാര്യങ്ങൾ കാരണം പുറത്തു വരുന്നില്ല. പിന്നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ എന്തു ചെയ്യണം? താങ്കളുടെ അഭിപ്രായം പറയൂ എന്ന് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ആരോടാണ് നമ്മളിത് ചോദിക്കേണ്ടത്? ആരോടാണ് ചോദിക്കേണ്ടത്? ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തിനോടാണ് ചോദിക്കേണ്ടത്. ഇൻറ്റ്യൂഷൻ. ഇതൊരു ട്യൂഷൻ ക്ലാസ്സാണ്. നമ്മുടെ മനസ്സിലാണ് ഈ ട്യൂഷൻ ക്ലാസ് നടക്കുന്നത്. ടീച്ചറുമുണ്ട്. 2 മിനിറ്റ് സൈലൻസിൽ ഇരിക്കുമ്പോൾ ആ ടീച്ചറെ കാണാനാവും. ഏത് തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒരു 2 മിനിറ്റ് സൈലൻസിൽ ഇരിക്കുന്നത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. താങ്കളുടെ ലോജിക്കൽ മൈൻഡ് ഉത്തരം തരും. 2 മിനിറ്റ് സൈലൻസിൽ ഇരിക്കുമ്പോൾ താങ്കൾക്ക് രണ്ടാമത്തെ ആൻസറും കിട്ടും.
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത് ചെയ്തു നോക്കണം. ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ട്രെയിനിൽ തിരിച്ചു പോകണോ അതോ ഫ്ലൈറ്റ് എടുക്കണോ എന്ന് ചിന്തിക്കുകയായിരുന്നു. ട്രെയിൻ, ഫ്ലൈറ്റ്, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ. ഞാൻ പറഞ്ഞു ഒരു 2 മിനിറ്റ് ബാബ റൂമിൽ ഇരിക്കാം. 3 പേർ പോയി. തിരിച്ചു വന്നപ്പോൾ അവർക്ക് 3 പേർക്കും ഒരേ അഭിപ്രായമായിരുന്നു. എന്നാൽ ബാബ റൂമിൽ പോകുന്നതിന് മുമ്പ് അവർക്ക് വേറെ വേറെ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞത് ശരിയായ കാര്യങ്ങൾ തന്നെയായിരുന്നു. 25 പേർക്ക് പോകണം. ഇത്രയും പേർ ഒന്നിച്ച് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയാക്കണം. അത് ഇത്. എന്നിട്ട് 3 പേർ മാത്രം ബാബ റൂമിൽ പോയി. 2 മിനിറ്റ് ഇരുന്നു. ഓൺലി ഫോർ 2 minutes. Came out. അവർക്ക് എല്ലാവർക്കും ഒരേ ആൻസറാണ് ഉണ്ടായിരുന്നത്. ഈ ഹാളിലേക്ക് വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് നടന്ന കാര്യമാണിത്. ആ 2 മിനിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആന്തരികമായ ജ്ഞാനവുമായി കണക്റ്റഡ് ആവാനും പിന്നെ പരമാത്മാവിനോട് ചോദിക്കാനുമാണ് ആ 2 മിനിറ്റുകൾ. പരമാത്മാവ് നമുക്ക് എപ്പോഴും ജ്ഞാനവും ശക്തികളും തന്നുകൊണ്ടേയിരിക്കുന്നു. തരുക എന്നാൽ പരമാത്മാവ് എപ്പോഴും അവയെ നമ്മളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ക്യാച്ച് ചെയ്യാനായി നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്? പരമാത്മാവ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്നു, ഇവർക്ക് കൊടുക്കുന്നില്ല. മെഡിറ്റേഷൻ റൂമിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, പുറത്തിരിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ ഒന്നുമില്ല. പരമാത്മാവ് എപ്പോഴും നൽകുന്നുണ്ട്. പക്ഷേ അവയെ ക്യാച്ച് ചെയ്യാനായി നമ്മുടെ മനസ്സ് എങ്ങനെയാവണം? മനസ്സിനു മുകളിലെ സ്ട്രെസ്, ഭയം, എങ്സൈറ്റി, കൺഫ്യൂഷൻ എന്നിവയൊക്കെ സൈലൻ്റ് ആക്കണം. ഇതിനു വേണ്ടിയാണ് ആ 2 മിനിറ്റ് സൈലൻസിൽ ഇരിക്കുന്നത്. ഇതെല്ലാം വളരെ വളരെ സിമ്പിൾ പ്രാക്ടീസാണ്. ഇതൊക്കെ നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക തന്നെ വേണം. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആരോടും ചെന്ന് ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ല. ഇനി ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാലും അതിനെ പ്രാവർത്തികമാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആരാണോ പ്രാവർത്തികമാക്കേണ്ടത് അവർ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത്.